നമസ്കാരം. ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറത്ത് സ്ത്രീയെ തീവണ്ടി തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തല്ലൂർ പൊറ്റാരത്ത് താമസിക്കുന്ന ശാരദയാണ് കുറ്റിപ്പുറം മഞ്ചാടിക്ക് സമീപം ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ബസ് മതിലിൽ ഇടുക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കേറ്റു. കൂടെയുള്ളവർക്കും പരിക്കുണ്ട്. പ്രവാസി വ്യവസായിയുടെ അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച. ലോക്കറിൽ സൂക്ഷിച്ച 350 പവൻ സ്വർണ്ണാഭരണം കവർന്നു. പൊന്നാനി പൂയമ്പ്രം ഐശ്വര്യ സിനിമാ തിയേറ്ററിന് സമീപം മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. എടപ്പാൾ ആനക്കരക്കടുത്ത് കുമ്പിടിയിൽ മരമിലിനടുത്ത് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. 7 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കുമ്പിടി ആനക്കര റോഡിലുള്ള ശ്രാമ്പിക്കൽ ശിവശങ്കരന്റെ ഉടമസ്ഥയിലുള്ള ഫർണിച്ചർ ശാലയ്ക്കാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി മണിക്കൂറുകളോളം ഏരമംഗലം പാലക്കൽ തായം പാടശേഖരത്തിൽ തീപിടുത്തം. വെളിയങ്കോട് പാലക്കൽ തായം വിഷുദിനത്തിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് രാത്രിയിൽ തീ പടർന്നതെന്ന് കരുതുന്നത്. പൊന്നാനിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയെന്ന പോലെ ബോട്ട് സർവീസ് കനത്ത പ്രതിസന്ധിയിലേക്ക്. മാസങ്ങളായി പെരുന്നാൾ ആഘോഷം ലക്ഷ്യമിട്ടാണ് പൊന്നാനിയിലെ ഉല്ലാസ ബോട്ട് ഉടമകൾ കാത്തിരുന്നത്. എന്നാൽ ചൂട് കനത്തതോടെ പകൽ സമയത്തൊന്നും പുഴയോരത്ത് ആളുകളെത്തുന്നില്ല. അതോടെ ബോട്ടിങ്ങിനായി വരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വലമ്പൂരിൽ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് തള്ളിയ മാലിന്യം ചാക്കുകളിൽ കിടന്ന് ദ്രവിച്ച് വീണ്ടും പരന്നു കിടക്കുകയാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ അന്നു മുതൽ ഉയർന്നതാണ് ഈ ആവശ്യം. പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ മുത്തൻതണ്ട് പാലത്തിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പ് തുടങ്ങി. 6 മാസത്തിനുള്ളിൽ പണി പൂർത്തിയായി ഗതാഗതം സാധ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ജില്ലയിൽ 2798 പോളിംഗ് സ്റ്റേഷനുകൾ, 23 ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളടക്കമുള്ള കണക്കാണിത്. ജില്ലയിൽ 80 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാകും. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 കേന്ദ്രങ്ങളിലായാണ് ഇവ ഒരുക്കുന്നത്. ഇവിടെ വോട്ടർമാർക്ക് വിപുലമായ സൗകര്യങ്ങളുണ്ടാകും. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.